ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട് എവിടെയാണെന്ന് അറിയണ്ടേ? റിയൽ നെയിം അറിയണ്ടേ? ഞങ്ങളെ സ്കൂൾ ഏതാന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം അറിയാൻ Q&A കാണും. ഹായ് ഫ്രൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങളുടെ Q&A വീഡിയോ വീഡിയോയുമായി വന്നിട്ടുണ്ടല്ലേ? കൊറേ ക്വസ്റ്റ്യൻസിനൊക്കെ റിയാക്ട് ചെയ്യാൻ ഒത്തിരി ക്വസ്റ്റ്യൻ ഞങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. അതില് നിങ്ങളുടെ കമന്റ്സ് ചോദിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു, കമന്റ്സ് ആയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2000-ഓളം കമന്റ്സ്, 2000 കൂടുതൽ കമന്റ്സ് വന്നിട്ടുണ്ട് ആ ഒരു ഷോർട്ട് വീഡിയോക്ക് അല്ലേ? ഞങ്ങൾ എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്നേഹവും ഞങ്ങളോട് എല്ലാവർക്കും കാണുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കമന്റ്സ് വായിക്കാം. Q&A ചെയ്യുമ്പോൾ നിങ്ങൾ 4 പേരും കൂടി ചെയ്യുമോ? നമ്മൾ 4 പേരും വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ Q&A ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒത്തിരി കമന്റ്സ്, ഒത്തിരി 2000 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. 2000 കൂടുതൽ വന്നു. അതിൽ നിന്ന് ഒത്തിരി റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് അതിന് മറുപടി പറയുന്നത്. എന്തായാലും ഇത്രയും സ്നേഹം നമ്മളോട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒത്തിരിയും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ എന്തായാലും കുറെ ക്വസ്റ്റ്യൻ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ള റിപ്ലൈ തരാം. നമ്മുടെ 4 പേരുടെയും പേര് അമൃത, ഷോൺ ജോസഫ്, റോസി അസീസ്, അഭിരാമി ബിനു, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ 4 പേരുടെ റിയൽ നെയിം എന്താണ്. എൻ്റെ പേര് പ്രവീൺ, സുനിത. എൻ്റെ പേര് സുനിത. ഓക്കെ, അദ്വൈതിനെ നമ്മൾ വിളിക്കുന്നത് ആദി എന്നാണ്. പിന്നെ സിദ്ധാർത്ഥിനെ വിളിക്കുന്നത് സിദ്ധു എന്നാണ്. ഇതിലെ വീഡിയോസിൽ ഞാൻ പ്രവീൺ, ഇത് സുനു. നമ്മൾ അങ്ങനെയാണ് നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാർ നമ്മൾ വിളിക്കുന്നത്. ആദിയുടെ സിദ്ധുവിന്റെ പെണ്ണെയും എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും വിളിക്കുന്നതാണ്. എൻ്റെ പേര് സുനിത എന്ന് പ്രത്യേകിച്ച് പല ഇതിലും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് എടുത്തു പറയുന്നത് സുനിത, പ്രവീൺ, അദ്വൈത്, സിദ്ധാർത്ഥ്. ആദിയും സിദ്ധുവും എത്രയിലാ പഠിക്കുന്നത്? ആര് ചോദിച്ചിരിക്കുന്നേ? അത് ചോദിച്ചിരിക്കുന്നത് നെയിം കൊടുത്തിട്ടില്ല. ഞാൻ ഒരുപാട് പേര് പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ സിദ്ധു ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന്. അപ്പൊ സിദ്ധുക്കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അപ്പൊ ഞാൻ 9 അടുത്ത് 10. അടുത്ത് ഏത് സ്കൂളിലാ പഠിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഏത് സ്കൂളിലാ? മനോഹരൻ ചോദിച്ചിട്ടുണ്ട്, മോളെ നിങ്ങളുടെ നാട് എവിടെയാ? എനിക്ക് ഈ മക്കളെ വലിയ ഇഷ്ടമാണ്. അത് കമന്റാണ് വായിച്ചത്. നാട് വന്നിട്ട് കാട്ടാക്കടയ്ക്ക് അടുത്ത് കുറ്റിച്ചൽ എന്ന സ്ഥലത്താണ്. ട്രിവാൻഡ്രം ജില്ലയിൽ, നമ്മുടെ ജില്ല ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് കാട്ടാക്കട കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ? നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ആൻഡ് ഷൂട്ട് ചെയ്യുന്നത് ആരാണ് ചേച്ചി? വീഡിയോ എഡിറ്റ് ആൻഡ് ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു എഡിറ്റ് ചെയ്യുന്നത് ആദ്യമാണ്. ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോയിൽ മാറി ഷൂട്ട് ചെയ്യും. സിദ്ധു ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സീനിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നത്. ആദ്യമാണ് നന്നായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം നന്നായിട്ട് എഡിറ്റർ, നമ്മുടെ എഡിറ്ററാണ് ആദ്യം. സിദ്ധുവിനെ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ഇപ്പൊ കൂടുതലായിട്ട് ചെയ്യുന്നത് ആദ്യ. നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ വീഡിയോകളുടെ സ്ക്രിപ്റ്റ് ആരാണ് തയ്യാറാക്കുന്നത്? സ്ക്രിപ്റ്റിന്റെ മാസ്റ്റർ പീസ് എല്ലാം ഇരിക്കുന്നത് വരുന്ന ആലോചിക്കും. നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അവളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നിട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ സാധാരണ നടക്കാറുള്ള കാര്യം, ചെറിയ സിമ്പിൾ 2 കുസൃതി കൂട്ടന്മാരുടെയും കുസൃതികളും അങ്ങനെ എന്തൊക്കെ പെട്ടെന്ന് മൈൻഡിൽ വരുന്നതിന് പെട്ടെന്ന് അതൊന്ന് ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യുന്നത്. ചേച്ചി എന്റെ പേര് പറയോ? എന്റെ പേര് കാർത്തിക ശിവദേവ്. കാർത്തിക 2 പേരാണല്ലേ? കാർത്തികയും ശിവദേവും. ഹായ് പറഞ്ഞേ. പിന്നെ പ്രത്യേകിച്ച് ഒരാൾ ഇതിൽ പേര് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റിയാൻ എല്ലാ വീഡിയോയിലും വന്ന് അടുത്ത വീഡിയോയിൽ എൻ്റെ പേര് പറയൂ, അടുത്ത വീഡിയോയിൽ എൻ്റെ പേര് പറയുന്നു, എല്ലാ വീഡിയോസിലും ചോദിക്കും. അപ്പൊ ആ റിയാൻ ചേട്ടൻ ഒരു ഹായ് കൊടുത്തേ. ഹായ് റിയാൻ. യൂട്യൂബ് വീഡിയോ ഇടാൻ ആദ്യമായി പറഞ്ഞത് ആരാണ്? യൂട്യൂബ് വീഡിയോ എടുക്കാൻ ആരാണ് മടി കാണിക്കുന്നത്? ആരൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്? ചേച്ചി ചേട്ടനും എന്താ ജോലി? ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് സുനുവിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ഒരിക്കൽ ആദ്യം സിദ്ധുവും കൂടെ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബിലെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം സിദ്ധു ഒരു റുബിക്സ് ക്യൂബ് ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു. അവരുടെ റൂമിൽ അത് വെറുതെ ചെയ്തതാ. വെറുതെ അവരിന്ന് വീഡിയോ പിടിച്ച്
റൂമിലിരുന്ന് രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തിട്ട് കാണിച്ചപ്പോ ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ കൊണ്ടുവന്ന് ഞങ്ങളെ രണ്ടുപേരെയും കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മൾ മനസ്സിലായി. അതെ, അപ്പൊ ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളത് ആ അപ്പോൾ ഒരു നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ പക്ഷെ ഇത്രത്തോളം എത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. മടി ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. മടിയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മടി വരും. അതുപോലെ തന്നെ അതിനകത്ത് ഇൻട്രസ്റ്റോട് കൂടി വീഡിയോസ് എടുക്കും. ഷീൻ ചേട്ടനും എന്താ ചെയ്യുന്നതെന്ന് ജോലി? ഞങ്ങൾക്ക് ബിസിനസ് ഒക്കെ നമുക്ക് ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ അല്ലാതെ അക്കൗണ്ട്സിന്റെ വർക്ക്, GSTയുടെ വർക്ക്സ്, അങ്ങനത്തെ നമ്മൾ അല്ലാതെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് വർക്ക്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യ ചേട്ടനും സിദ്ധു ചേട്ടനും എത്ര വയസ്സായി? പറഞ്ഞെടുത്തേ. എനിക്ക് 14, 15. എനിക്ക് 12 വയസ്സ്. ആദ്യക്ക് അടുത്ത മാസമാണ് 15 വയസ്സ് തികയുന്നത്. സിദ്ധുകൂട്ടന് ഇനിയും ഉണ്ട് 5-6 മാസമുണ്ട് 12 വയസ്സാണ്. 11 വയസ്സ് കഴിഞ്ഞാണ്. പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവരുടെ കുറച്ച് പേര് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേര് മെൻഷൻ ചെയ്യാൻ കുറച്ച് പേര് ഹായ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുലയ, റെന, നേഹ, പാർവണ, സിയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹായ് തരണേന്ന്. ഹായ് കൊടുത്തേ മോനും സിയാൻ. അടുത്ത മുഹമ്മദ്, ഗൗരിയും പറഞ്ഞിട്ടുണ്ട് ഹായ് തരണേന്ന്. ഹായ്. പിന്നെ ഷിഹാന പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് തരണേന്ന്. പിന്നെ റിയാന്റെ പേര് നേരത്തെ ഞാൻ പറഞ്ഞു. റിയാൻ എല്ലാ വീഡിയോസിലും കമന്റ് ചെയ്യാറുണ്ട്, അടുത്ത വീഡിയോയിൽ പേര് പറയണേ. അടുത്ത് നീരജ്, അക്ഷയ്, ഋതിക, അനിരുദ്ധ്. അടുത്ത് ദേവു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല, 2-3 ദിവസം കഴിഞ്ഞ് ബർത്ത്ഡേ ആണ്, ഒരു ഹായ് തരണേന്ന് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഷാൽബിൻ, ഹെലീന, ഫാത്തിമ വിവി, നാസിം മുഹമ്മദും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹായ് തരണേന്ന്. ഓക്കെ, ഇത്രയൊന്നും അല്ല, ഒത്തിരി പേര് ആ വീഡിയോ എടുത്ത് ഞങ്ങൾ Q&A ഇടുന്നുണ്ട്. ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഞങ്ങൾ എല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുറെ പ്രത്യേകിച്ച് എടുത്തതാണ്. ചേച്ചി, നെയിം മീറ്റിംഗ് ചലഞ്ച് എന്റെ പേര് വെച്ച് ചെയ്യുമോ? നെയിം വേദ. ചെയ്യാം. ഞങ്ങൾ ഒത്തിരി പേര് അല്ലേ, ആദ്യം ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട് അല്ലേ മോനു? മീറ്റിംഗ് ചലഞ്ച് ചെയ്യണം. ഞങ്ങൾ അതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. പോകെ പല ചലഞ്ചസും അങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങള്. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമായെന്ന് അറിഞ്ഞത് തന്നെ വളരെ സന്തോഷം. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അടുത്ത കമന്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് മറിയം KP. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ പ്ലേസ് എവിടെയാണ്? പ്ലേസ് കാട്ടാക്കടയ്ക്കടുത്ത് കുട്ടിച്ചൽ എന്ന സ്ഥലം. കുട്ടികൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? CBSE ഓർ സ്റ്റേറ്റ്? പിന്നെ അവരുടെ ക്ലാസ്, നിങ്ങളുടെ പ്ലേസ്? അത് ഞങ്ങൾ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് സിലബസ് ആണ്. പിന്നെ 9ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുമാണ് രണ്ടുപേരും പഠിക്കുന്നത്. കാട്ടാക്കടയ്ക്കടുത്ത് കിള്ളി നിയോഡെ അവിടെയാണ് രണ്ടുപേരും പഠിക്കുന്നത്. ഹായ് ചേച്ചി, ഞാൻ അദ്വൈതം ഡയറീസിന്റെ ബിഗ് ഫാനാണ്. എന്റെ നെയിം ഒന്ന് പറയോ? എന്റെ പേര് അമൃത. ഹായ് അമൃത. ഹായ് കൊടുത്തു. ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയ ആരുടെയാണ്? ഈ കമന്റിന് ആൻസർ തരുവാണെങ്കിൽ എന്റെ പേര് പറയണേ. പേര് അർപ്പൻ രാജേഷ് ആണ്. ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയ ഇവർ രണ്ടുപേര്. ആദ്യം സിദ്ധു ആണ് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വീഡിയോ സ്വന്തമായിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരമാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. സാമ്യ സുധി, ഹോം ടൂർ ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യാം അല്ലേ? ചെയ്യാം. അങ്ങോട്ട് പോകെ ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് യുവർ എഡിറ്റിംഗ് ആപ്പ്? പ്ലീസ് റിപ്ലൈ. CapCut-ലാണ് ആദ്യം എഡിറ്റ് ചെയ്യുന്നത്. വിച്ച് ഫോൺ ഈസ് യൂസ്ഡ് ഫോർ ഷൂട്ടിംഗ്? ഇത് ചോദിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ കമന്റ് ഒക്കെ വരുന്ന സാമ്യ സുധി ചോദിച്ചിരിക്കുന്നത് വിച്ച് ഫോൺ ഈസ് യൂസ്ഡ് ഫോർ ഷൂട്ടിംഗ്? ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആദ്യമൊക്കെ സാംസങ്ങിന്റെ M30 ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റി. നോർമലി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് സാധാരണ ഒരു സാംസങ്ങിന്റെ ഫോൺ ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ 1 വർഷം ആയുള്ളൂ യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ട്. ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് ഐഫോൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഒരു കാര്യം ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുള്ളത്, ആദ്യം സിദ്ധു റിയൽ ബ്രദേഴ്സ് ആണോ എന്നാണ്. റിയൽ ബ്രദേഴ്സ് അല്ലേ രണ്ടുപേരും? റിയൽ ബ്രദേഴ്സ് ആണ്, സിൻസ് ഒന്നുമല്ല. പിന്നെ ഞാൻ ചില ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിൽ അതിന് വേണ്ടിയിട്ട് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് കുറച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയോ കസിൻ്റെ കുട്ടിയോ ഒന്നും അല്ല. സിദ്ധു ആദ്യം റിയൽ ബ്രദേഴ്സ് ആണ്. റിയൽ ആയിട്ട് എൻ്റെ കുട്ടികളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
റിയൽ ആയിട്ടും എൻ്റെ കുട്ടികൾ തന്നെയാണ് രണ്ടുപേരും. ഇതുവാണോ മൂത്ത കുട്ടി, ആദ്യമാണോ മൂത്ത കുട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ ക്ലാസ്സിൻ്റെ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആദ്യമാണ് മൂത്ത കുട്ടി, സിദ്ധു രണ്ടാമത്തെ കുട്ടിയാ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ? നമ്മൾ 4 പേര് അല്ലേ? നമ്മൾ 4 പേരേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലാണ്. പ്രവീയുടെ അച്ഛനും അമ്മയും അവരുടെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ 4 പേരേ ഉള്ളൂ. ഹായ്, ഞാൻ ഗായത്രി. എനിക്ക് നിങ്ങളുടെ വീഡിയോസ് വളരെ ഇഷ്ടമാണ്. താങ്ക് യു ഗായത്രി. താങ്ക് യു. നമ്മുടെ വീഡിയോസ് ഒക്കെ സൂപ്പറാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ചേച്ചിയും ചേച്ചിയുടെ മക്കളും നല്ല രീതിക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു ശരി. പിന്നെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഞങ്ങളുടെ കമൻസ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ സിദ്ധുവിൻ്റെ അച്ഛൻ എന്താ വീഡിയോയിൽ കൂടുതൽ വരാത്തേന്ന്. അച്ഛൻ എന്താ സമയം കിട്ടില്ല അല്ലേ? സൺഡേ മാത്രമേ കുട്ടി ആദ്യത്തെ സിദ്ധുവിൻ്റെ അച്ഛൻ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പോൾ സൺഡേ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൽ അവരുടെ അച്ഛൻ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസിലും മൺഡേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും എല്ലാത്തിലും ഉണ്ട്. പിന്നെ അതുകൊണ്ട് തിരക്കായതുകൊണ്ട് ഇവർ ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിനെ എന്താ പേര് പറഞ്ഞാണോ വിളിക്കുന്നത് അല്ലേ? ആ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്, അങ്ങനെ വരത്തുള്ളൂ. നമ്മൾ സെയിം ഏജാണ്, ഞങ്ങൾ രണ്ട് സെയിം ഏജ് ആയതുകൊണ്ട് പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. പ്രവി എന്നാണ് ഞാൻ വിളിക്കുന്നത്. റസാക്ക് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീഡിയോസ് നല്ല അടിപൊളിയാണ്. ആരാണിത് ഷൂട്ട് ചെയ്യുന്നത്? നല്ല പെർഫെക്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. അത് സിദ്ധു നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഞങ്ങൾ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ കമന്റ് ഇട്ടാൽ മതി. എന്തായാലും അപ്പോൾ ഇവിടെ വീഡിയോ നിങ്ങളെ ഈ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു, സഹായിക്കണം. അപ്പോൾ എന്തായാലും ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് 350 സബ്സ്ക്രൈബേഴ്സായി ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല. അതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.